പശുവിൻ പാൽ, ആട്ടിൻ പാൽ ഇതെല്ലാം നമുക്ക് പരിചിതമായിരിക്കും അല്ലേ? എന്നാൽ പാറ്റയുടെ പാലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുമാത്രമല്ല, പാറ്റയുടെ പാലിന് നമ്മൾ വിചാരിക്കാത്ത അത്ര ഗുണങ്ങളുമുണ്ടത്രേ. സൂപ്പർ ഫുഡ് എന്ന സാധാരണ ഫിറ്റ്നസ് മേഖലയിലെ ഉയർന്ന പോഷകമൂല്യമുള്ള ഭക്ഷണമാണെങ്കിൽ ഈ കാറ്റഗറിയിലെ പുതിയ എൻട്രിയാണ് പാറ്റയുടെ പാൽ. സമീപകാല പഠനങ്ങളാണ് പാറ്റയുടെ പാലിലെ ഈ ഗുണങ്ങൾ വെളിവാക്കുന്നത്. ഡിപ്ലോപ്റ്റെറ പങ്ക്ടാറ്റ എന്ന ഇനത്തിൽപ്പെട്ട പാറ്റയുടെ പാൽ പശുവിൻ പാലിനേക്കാൾ 3 ഇരട്ടി പോഷക സമൃദ്ധമാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങളും ഇവയുടെ പാലിൽ അടങ്ങിയിരിക്കാമെന്നാണ് കരുതുന്നത്. പ്രോട്ടീനുകൾ, കൊഴുപ്പ്, പഞ്ചസാര എന്നിവയാൽ സമ്പന്നമായ ഈ പാൽ ഭൂമിയിലെ ഏറ്റവും പോഷക സമൃദ്ധമായ പദാർത്ഥങ്ങളിൽ ഒന്നാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. പുതിയ കണ്ടുപിടുത്തം ഭാവിയിലെ ബദൽ സുസ്ഥിര ഭക്ഷണ സ്രോതസ്സുകൾക്കായി പുതിയ വാതിലുകൾ തുറക്കുകയാണെന്ന് ഗവേഷകർ പറയുന്നു. എന്നിരുന്നാലും ഗവേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്. പസഫിക് ബീറ്റിൽ കോക്രോച്ചുകളിൽ പെൺപാറ്റകൾ കുഞ്ഞുങ്ങൾക്കായി ഉൽപ്പാദിപ്പിക്കുന്നതാണ് പാൽ പോലുള്ള ദ്രാവകം. പാറ്റകൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുമ്പോൾ അവയുടെ വയറ്റിൽ മഞ്ഞ കലർന്ന പദാർത്ഥം രൂപപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പാറ്റയെ കൊല്ലാതെ തന്നെ വയറ്റിൽ നിന്നും എല്ലാ പോഷകങ്ങളും ശേഖരിക്കാവുന്നതാണ്. ഗർഭാവസ്ഥയിൽ 54 ദിവസം പ്രായമായ പാറ്റയെ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. സസ്തനികളുടെ പാലിൽ ഏറ്റവും കലോറി കൂടുതലായിരുന്ന എരുമപ്പാലിന്റെ 3 ഇരട്ടി കലോറി ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഗവേഷകർ പറയുന്നു. ഒട്ടേറെ പ്രോട്ടീനുകൾ, അമിനോ ആസിഡുകൾ, പഞ്ചസാര എന്നിവ ഇതിലടങ്ങിയിരിക്കുന്നു. ഇത്രയൊക്കെയാണെങ്കിലും പാറ്റപ്പാൽ ഇതുവരെ മനുഷ്യർക്ക് ഉപഭോഗത്തിന് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. പാറ്റകളിൽ നിന്ന് പാൽ ശേഖരിക്കുന്നതിലെ സങ്കീർണത തന്നെ വിഷയം. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ക്രിസ്റ്റലോഗ്രഫിയിൽ ഇത് സംബന്ധിച്ച പഠനമാണ് വീണ്ടും ശ്രദ്ധേയമാകുന്നത്. പാറ്റയുടെ പാൽ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? മിക്ക പാറ്റ ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പസഫിക് ബീറ്റിൽ പാറ്റ എന്ന ഇനം മുട്ടയിടുന്നില്ല. പകരം അത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. അതിന്റെ ഭ്രൂണങ്ങളെ പോഷിപ്പിക്കുന്നതിന് അമ്മ തന്റെ കുഞ്ഞു സഞ്ചിയിൽ ഇളം മഞ്ഞപ്പാല് പോലെ സ്രവിക്കുന്ന ദ്രാവകമാണ് പാറ്റപ്പാൽ.